ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശാകുന്തളം എന്ന നാടകത്തിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്തത്. ഇന്ന് നമുക്കതിലെ ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യാം. ടെക്സ്റ്റിന്റെ സൈഡിൽ വരുന്ന ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. എ, ഫിയർ ഷ്രിങ്സ് ടു ഹാഫ് ദ ബോഡി സ്മോൾ, എക്സ്പ്ലെയിൻ. അപ്പൊ നമ്മുടെ നാടകത്തിലെ ഒരു ഡയലോഗാണ് അല്ലെ ഇത് ആരാണ് പറയുന്നത്? കിങ് ആണ്, രാജാവ് ദുഷ്യന്തനാണ് ഇത് പറയുന്നത്. എന്താണ്? ഭയം അതിന്റെ ശരീരത്തെ പകുതിയാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദ കിങ് സീസ് ദിസ് ടു ഡിസ്ക്രൈബ് ഹൗ ഫ്രൈറ്റൻഡ് ദ ഡിയർ ഈസ്. അപ്പൊ മാനിന്റെ ശരീരത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. മാൻ ഭയക്കുമ്പോൾ അതിന്റെ ശരീരം പകുതിയാകുന്നു എന്നാണ് ദുഷ്യന്തൻ പറയുന്നത്. When the deer becomes scared, it seems to make its body smaller, as if shrinking in fear. അപ്പം ആ മാൻ ഭയത്തിൽ ഓടുമ്പോൾ അതിന്റെ ശരീരം ഇങ്ങനെ ചെറുതായി ചെറുതായി വരുന്ന പോലെ തോന്നുന്നു, ഭയത്തിൽ ചുരുങ്ങുന്നതായിട്ട് തോന്നുന്നുണ്ട്. ദിസ് ഷോസ് ഹൗ ഹെൽപ്ലെസ് ആൻഡ് ഡെലിക്കേറ്റ് ദി ഡിയർ ലുക്സ് വൈൽ റണ്ണിങ് അവേ. ഇപ്പോൾ ഓടുമ്പോൾ എത്ര ദയനീയമായതും എത്ര ലോലവുമാണ് ആ മാനെന്ന് കാണിക്കാനാണ് ഈ ഡയലോഗ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഐ കൻ ഹാർഡ്ലി കീപ് ഹിം ഇൻ സൈറ്റ്, വൈ ഡസ് ദ കിങ് സേ സോ. ഇതും രാജാവിന്റെ ഒരു ഡയലോഗാണ്. എന്താണ്? അവനെ എന്റെ കാഴ്ചവട്ടത്ത് പോലും എനിക്ക് നിർത്താൻ പറ്റുന്നില്ല എന്നാണ് രാജാവ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? മാൻ അത്രയും സ്പീഡിലാണ് ഓടുന്നത് അല്ലെ. മാൻ അത്രയും സ്പീഡിൽ ഓടുമ്പോൾ ആ കൺവെട്ടത്ത് നിന്ന് പോലും രാജാവിന് മാനിനെ കാണാനായിട്ട് പറ്റുന്നില്ല. ദ കിങ് സീസ് ദിസ് ബിക്കോസ് ദ ഡിയർ ഈസ് റണ്ണിങ് വെരി ഫാസ്റ്റ്. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഓടുന്നത്. ഇറ്റ് ലീപ്സ് സോ ഹൈ ആൻഡ് മൂവ്സ് സോ ക്വിക്ലി ദാറ്റ് ദ കിങ് ക്യാൻ ബെയർലി സീ ഇറ്റ്. ഇപ്പൊ വളരെ വേഗത്തിൽ ലീപ്പ് ചെയ്യാണ്, അതിന്റെ ചാടുമ്പോൾ അത് പറക്കുന്നത് പോലെയാണ് രാജാവിന് തോന്നുന്നത്. ദ റഫ് ഗ്രൗണ്ട് ഓൾസോ സ്ലോഡ് ഹിസ് ചാരിയറ്റ് ഏർലിയർ, ലെറ്റിംഗ് ദ ഡിയർ റൺ ഫാർ അഹെഡ്. അത് മാത്രമല്ല ഗ്രൗണ്ട് കുറച്ച് റഫായിരുന്നു, കുറച്ച് പരുക്കമായിട്ടുള്ള വഴിയിലൂടെയാണ് അവരുടെ രഥം പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് കൂടിയാണ് മാൻ കുറച്ചുകൂടി മുന്നിലാവാൻ കാരണം. ഇപ്പൊ രഥസാരഥി പറയുന്നുണ്ട്, നമ്മളുടെ ഈ വഴി കുറച്ച് റഫായതുകൊണ്ട് ഞാൻ രഥത്തെ അല്ലെങ്കിൽ നമ്മുടെ കുതിരകളെ കുറച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ഓടിച്ചിരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടി പിന്നിലായത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ആ കാഴ്ചവട്ടത്തിൽ നിന്ന് മാൻ പോകാനായിട്ട് കാരണം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സി, വാട്ട് ഈസ് ദ ടെൻഡർ ഫോം ഓഫ് ദ ഡിയർ കമ്പയർഡ് ടു. അപ്പൊ മാനിന്റെ ഈ ലോലമായ ശരീരത്തെ വേറെ എന്തോ ആയിട്ടാണ് അവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്? ദ ഹെർമിറ്റ് കമ്പയർസ് ദ ഡിയേഴ്സ് ടെൻഡർ ഫോം ടു ബ്ലോസംസ്. മാനിന്റെ ഈ ലോലമായ ശരീരത്തെ പൂക്കളായിട്ടാണ് സന്യാസി കമ്പയർ ചെയ്യുന്നത്. Just like blossoms are soft and easily destroyed by fire, the deer is delicate and cannot bear the sharp arrow. എന്താണ് അവിടെ ആ സന്യാസി പറയുന്നത്? പൂക്കൾ അഗ്നിയിൽ എരിയുന്നത് പോലെ എന്തിനാണ് ഇത്രയും ലോലമായിട്ടുള്ള മാനിന്റെ ശരീരത്തെ ഒരു അമ്പ് കൊണ്ട് നിങ്ങൾ വീഴ്ത്തുന്നത് എന്ന്. അപ്പോൾ പൂവ് ഒരു അഗ്നിയിൽ എരിയുമ്പോൾ അത്രയും സോഫ്റ്റ് ആണല്ലേ അത്. അതുപോലെ തന്നെയാണ് ഒരു മാനിന്റെ ശരീരവും. ദിസ് കമ്പാരിസൺ ഷോസ് ദ ഡിയേഴ്സ് ഇന്നസെൻസ് ആൻഡ് ഫ്രെജിലിറ്റി. ഈ കമ്പാരിസൺ എന്താണ് ഇവിടെ കാണിക്കുന്നത്? മാനിന്റെ നിഷ്കളങ്കതയും അതുപോലെ അതിന്റെ ഫ്രജിലിറ്റി, അത് അത്രയും ഫ്രജൈലാണ്, പെട്ടെന്ന് തകരാൻ മാത്രം അത്രയും സോഫ്റ്റ് ആണ് അതിന്റെ ശരീരം എന്നുകൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ എന്തിനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? മാനിന്റെ ശരീരത്തെ അഗ്നിയിൽ എരിയുന്ന പൂക്കളായിട്ടാണ് ഇവിടെ ഹെർമിറ്റ് സന്യാസി കമ്പയർ ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഹെർമിറ്റ്സ് റിക്വസ്റ്റ് ടു ദുഷ്യന്ത. ആ സന്യാസി എന്താണ് ദുഷ്യന്തനോട് റിക്വസ്റ്റ് ചെയ്യുന്നത്? എന്തിനെ പറ്റിയാണ്? The hermit asks King Dushyanta not to kill the deer. ആ മാനിനെ ഒരിക്കലും കൊല്ലരുത് എന്നാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. He reminds the king that the deer belongs to the hermitage. അതുപോലെ തന്നെ ആ മാൻ ഈ ആശ്രമത്തിലുള്ളതാണ് എന്ന് കൂടി ദുഷ്യന്തനെ സന്യാസി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. He requests the king to put back his arrow and protect innocence being instead. അപ്പൊ എന്താ പറയുന്നത്? രാജാവിനോട് ആരോ അമ്പും വില്ലൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്നസെന്റ് ആയിട്ടുള്ള അത്രയും നിഷ്കളങ്കരായിട്ടുള്ള ഈ ജീവികളെ സംരക്ഷിക്കാനാണ് ദുഷ്യന്തനോട് സന്യാസി അഭ്യർത്ഥിക്കുന്നത്. അടുത്ത ചോദ്യം. Why do the hermits refer to Dushyanta as a shining example of kings? ഇപ്പൊ രാജാക്കന്മാരുടെ ഇടയിൽ തിളങ്ങുന്ന ഒരു രാജാവായിട്ടാണ് സന്യാസി ദുഷ്യന്തനെ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇത്രയും നല്ലൊരു എക്സാമ്പിൾ ആണ്, എല്ലാവർക്കും ഒരു ഉദാഹരണമാണ് കിങ് ദുഷ്യന്ത എന്ന് പറയാൻ കാരണം? The hermits say this because the king immediately obeys their request. എന്താണ്? പെട്ടെന്ന് തന്നെ അവരുടെ ആ അഭ്യർത്ഥന അദ്ദേഹം സ്വീകരിച്ചു, അത് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. മാനിനെ കൊല്ലരുത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ അമ്പും വില്ലൊക്കെ മാറ്റിവെച്ചു, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. He respectfully withdraws his arrow and shows kindness to the innocent deer. ഇപ്പൊ അത്രയും ബഹുമാനത്തോടു കൂടി ആ സന്യാസിയോട് ബഹുമാനത്തോടു കൂടി ആ അമ്പും വില്ലൊക്കെ മാറ്റി വെച്ചിട്ട് ആ മാനിനെ ഒന്നും ചെയ്യാതെ വിട്ടു. His action reflects the qualities of a
എ ഗുഡ് ആൻഡ് നോബിൾ കിങ്. അപ്പൊ ഇത് കാണിക്കുന്നത് തന്നെ എന്താണ്, നല്ലൊരു രാജാവിന്റെ ലക്ഷണങ്ങളാണ്. അവരുടെ പ്രജകൾ പറയുന്നത് അവർ അനുസരിക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു രാജാവിന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ ദുഷ്യന്തൻ കാണിച്ചത്. അതുകൊണ്ടാണ് സന്യാസി പറയുന്നത് രാജാക്കന്മാരുടെ ഇടയിലെ തന്നെ തിളങ്ങുന്ന ഒരു രാജാവിന് ഉദാഹരണമാണ് ദുഷ്യന്ത, എ ഷൈനിങ് എക്സാമ്പിൾ ഓഫ് കിങ്സ് എന്ന് പറയാൻ കാരണം. അടുത്ത ചോദ്യം എന്താണ്? What aspect of the king's character is revealed when he says we must not disturb the hermitage? അപ്പം രാജാവ് അവിടെ പറയുന്നുണ്ട് നമ്മൾ ആ ആശ്രമത്തിന് ശല്യമൊന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് എന്ത് തരം സ്വഭാവമാണ് രാജാവിന്റെ കാണിക്കുന്നത്? ദിസ് ഷോസ് ദാറ്റ് ദ കിങ് ഈസ് റെസ്പെക്ട്ഫുൾ ആൻഡ് കൺസിഡറേറ്റ്. എന്താണ്, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതും പരിഗണിക്കുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ രാജാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് എ ഹെർമിറ്റേജ് ഈസ് എ ക്വയറ്റ് ആൻഡ് എ ഹോളി പ്ലേസ്. എന്താണ്, ഒരു ആശ്രമം എന്ന് പറയുമ്പോൾ ഒരു ശാന്തതയുള്ളതും ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. He behaves humbly and tries not to disturb the peace of the sages living there. അതുകൊണ്ട് തന്നെ എന്താണ്, വളരെ ഹംബിളായി അവരെ ഒന്നും ശല്യം ചെയ്യാതെ, ആ ആശ്രമത്തിലെ സന്യാസികളുടെ ജീവിതത്തെ ഒന്നും ശല്യം ചെയ്യാതെ ഹംബിളായിട്ടാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത്. അപ്പം മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരു വ്യക്തിയാണ് കിങ് ദുഷ്യന്ത എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, ഹൂസ് വോയിസ് ഡസ് ദ കിങ് ഹിയർ ടു ദ റൈറ്റ് ഓഫ് ദ ഗ്രോ? അപ്പൊ ആ കാടിന്റെ അടുത്ത് ആരുടെ ശബ്ദമാണ് രാജാവ് കേൾക്കുന്നത്? The king hears the voices of Shakuntala and her two friends. ശകുന്തളയുടെയും രണ്ട് തോഴിമാരുടെയും ശബ്ദമാണ് കേൾക്കുന്നത്. They are hermit girls carrying pots to water the young trees. അവരെന്താണ് കയ്യിൽ കൊണ്ടുവരുന്നത്? ആശ്രമത്തിലെ മരത്തിലൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് കൂടായിട്ട് വരികയാണ് അവര്. Their voices attract the king's attention. അപ്പൊ അവരുടെ ആ ശബ്ദമാണ് രാജാവിന്റെ അറ്റൻഷൻ തേടുന്നത്. അടുത്ത ചോദ്യം, what does Priyamvada mean by we shall not be working for a reward? പ്രിയംവദ ഈ നാടകത്തിൽ പറയുന്നുണ്ട് ഒരു റിവാർഡ് പ്രതീക്ഷിച്ചിട്ട് മാത്രമാവരുത് നമ്മൾ ജോലി ചെയ്യുന്നതെന്ന്, അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രിയംവദ പറയാൻ കാരണം? പ്രിയംവദ മീൻസ് ദാറ്റ് ദേ ഷുഡ് വാട്ടർ ഈവൻ ദോസ് ട്രീസ് ദാറ്റ് വിൽ നോട്ട് ബ്ലൂം നൗ. എന്താ പ്രിയംവദ പറയുന്നത്? അതിനിപ്പോ ഈ അടുത്ത് പൂക്കാത്ത ചെടികൾക്ക് കൂടി നമുക്ക് വെള്ളം ഒഴിക്കാന്ന് പറയുന്നുണ്ട്. ദേ വിൽ നോട്ട് ഗെറ്റ് എനി ബ്യൂട്ടി ഓർ ഫ്ലവേഴ്സ് ഇൻ റിട്ടേൺ ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ എ ഗുഡ് ആക്ട്. ഷി വോണ്ട്സ് ദം ടു ഡു ദ വർക്ക് ഔട്ട് ഓഫ് കൈൻഡ്നസ് ആൻഡ് നോട്ട് ഫോർ എനി ബെനിഫിറ്റ്. പ്രിയംവദ എന്താണ് ചെയ്യുന്നത്? സീസണൊക്കെ കഴിഞ്ഞ് അതിന് പൂക്കളൊക്കെ കഴിഞ്ഞ ചെടികൾക്കും പ്രിയംവദ വെള്ളം ഒഴിക്കുകയാണ്. ഇപ്പോൾ വെള്ളം ഒഴിച്ചാലും അതിൽ നിന്ന് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സോ ഒന്നും തിരികെ ലഭിക്കില്ല എന്ന് അറിയാം. എന്നിട്ടും അവരതിന് വെള്ളം ഒഴിക്കുകയാണ്. അതൊരു കൈൻഡ് ആക്ട് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അവരൊരു പൂവോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, പക്ഷെ അവരൊരു കൈൻഡ്നെസ് കൊണ്ട് ആ ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളൊരു റിവാർഡ് പ്രതീക്ഷിച്ചിട്ട് മാത്രം ജോലി ചെയ്യരുത് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? ഡു യു തിങ്ക് ദ നേച്ചർ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അസ്? ഹൗ? പ്രകൃതിക്ക് നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇവിടെ ചോദ്യം. യെസ്, നേച്ചർ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അസ് ത്രൂ സൈൻസ് ആൻഡ് ഫീലിംഗ്സ്. പ്രകൃതിക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ? The rustling leaves, the movements of the branches, the sound of wind or birds can make us feel emotions or give us a message. എന്തൊക്കെയാണ്? അപ്പോൾ ഇലകളുടെ ശബ്ദം, കാറ്റിൽ മരങ്ങളുടെ ശാഖകൾ അനങ്ങുമ്പോൾ അതിന്റെ ശബ്ദം, കാറ്റിന്റെ ശബ്ദം, കിളികളുടെ ശബ്ദം, ഇതൊക്കെ നമ്മളുമായിട്ട് പ്രകൃതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. Like Shakuntala, we may feel that trees and plants express themselves in their own way. ഇപ്പൊ ശകുന്തള വിചാരിക്കുന്നത് പോലെ നമുക്കും അങ്ങനെ ആഗ്രഹിക്കാം, അല്ലെ? പ്രകൃതി അല്ലെങ്കിൽ ഈ പക്ഷികളൊക്കെ അവരുടേതായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് തിരിച്ചും പ്രകൃതിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം ഈ ചോദ്യത്തിന് എന്താണ് ഉത്തരം? യെസ് എന്നാണ്, അല്ലെ? നേച്ചറുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ നേച്ചറുമായിട്ട് ഒരു ഹാർമണിയിൽ നമുക്ക് കഴിയാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം എന്താണ്? എക്സാമ്പിൾസ് ഓഫ് ആർട്ട് വർക്ക്സ് ഷോയിങ് ഹ്യൂമൻസ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. പ്രകൃതിയുമായിട്ട് മനുഷ്യൻ ഐക്യത്തിൽ ജീവിച്ചു പോകുന്നത് കാണിക്കുന്ന ആർട്ട് വർക്ക്സിന്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡാഫഡിൽസ് എന്ന പോയം പറയാം. വില്യം വേർഡ്സ്വർത്ത് എന്ന പോയറ്റിന്റെ ഡാഫഡിൽസ് എന്നുള്ള പോം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ കാണിക്കുന്നതാണ്. ദ പോയറ്റ് വാക്സ് ഇൻ നേച്ചർ ആൻഡ് ഫീൽസ് ജോയ് ആൻഡ് പീസ് വൈൽ വാച്ചിങ് ഡാഫഡിൽസ് ഡാൻസിങ് ഇൻ ദ ബ്രീസ്. ഇപ്പോൾ ആ കവി പ്രകൃതിയിലൂടെ ഇങ്ങനെ നടന്ന് ഡാഫഡിൽസ് പൂക്കൾ ഈ കാറ്റിലൊക്കെ ഡാൻസ് ചെയ്യുന്നത് നോക്കി ആസ്വദിക്കുന്ന ഒരു പോമാണ് ഡാഫഡിൽസ്. അടുത്തത് രാജാ രവിവർമ്മയുടെ പെയിന്റിംഗ് ആണ്. ശകുന്തളയുടെ പെയിന്റിങ്ങിലൊക്കെ ശകുന്തള മാനുമായിട്ടും അതുപോലെ പല പൂക്കളും വൃക്ഷങ്ങളൊക്കെ ആയിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ഹാർമണിയാണ് കാണിക്കുന്നത്. പിന്നെ കേരളത്തിലെ ടെമ്പിൾസിലെ അമ്പലങ്ങളിലുള്ള മ്യൂറൽ പെയിന്റിങ്ങുകൾ, അതിലും നമുക്ക് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധങ്ങളെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. മ്യൂറൽ പെയിന്റിങ്സ് ഓഫ് കേരള ടെമ്പിൾസ് ഷോ പീപ്പിൾ, animals, trees, rivers and celestial beings coexisting peacefully in natural setting. അപ്പോൾ ഈ പ്രകൃതിയിൽ മനുഷ്യരും മൃഗങ്ങളും മരങ്ങളും അതുപോലെ തന്നെ നദികളൊക്കെ ഒരുമിച്ച് ജീവിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഇങ്ങനത്തെയുള്ള ടെമ്പിളിലെ മ്യൂറൽ പെയിന്റിങ്സും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഹാർമണി കാണിക്കുന്ന ആർട്ട് വർക്കിന് ഒരു എക്സാമ്പിൾ ആണ്.
ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് അൺസീസണൽ ക്വാളിറ്റി ഓഫ് ദി സ്പ്രിംഗ് ക്രീപ്പർ ഡസ് ശകുന്തള നോട്ടീസ്? ഈ കഥയിൽ, ഈ നാടകത്തിൽ ശകുന്തള ഒരു കാര്യം പറയുന്നുണ്ട്, സ്പ്രിംഗ് ക്രീപ്പറിന്റെ സീസൺ അല്ലാതിരുന്നിട്ട് കൂടി അത് പൂക്കുന്നുണ്ട് എന്നല്ലേ. അപ്പൊ ആ അൺസീസണൽ ആയിട്ടുള്ള ക്വാളിറ്റി എന്താണ്? ശകുന്തള നോട്ടീസസ് ദാറ്റ് ദി സ്പ്രിംഗ് ക്രീപ്പർ ഈസ് ഫുൾ ഓഫ് ബഡ്സ് ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ദി റൈറ്റ് സീസൺ. അപ്പൊ എന്താണ്, സീസൺ അല്ലെങ്കിൽ കൂടി ആ വസന്തലതയിൽ നിറയെ മുട്ടുകളുണ്ട്. ഷീ ഈസ് സർപ്രൈസ്ഡ് ടു സീ ഫ്ലവേഴ്സ് അപ്പിയറിംഗ് ഫ്രം ദ റൂട്ട്സ് ടു ദി ടോപ്പ്. അതിന്റെ വേര് മുതൽ മുകൾ ഭാഗം വരെ എന്താണ്, പൂക്കളാണ്. ദിസ് മേക്സ് ഹർ വെരി ഹാപ്പി. അത് ശകുന്തളയെ വളരെയധികം സന്തോഷത്തിലാക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ലെറ്റ്സ് റീവൈൻഡ് എന്നുള്ള ഭാഗമാണ്. അതിൽ ആദ്യത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ കിങ്സ് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ആഫ്റ്റർ മീറ്റിംഗ് ദ ഹെർമിറ്റ്സ്. ഇപ്പൊ സന്യാസികളെ കണ്ടതിന് ശേഷം ദുഷ്യന്തന്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതെന്താണ്? At first, the king is focused on hunting the deer and is excited by the chase. അപ്പോൾ ഈ നാടകത്തിന്റെ തുടക്കത്തിൽ ഒരു മാനിനെ വേട്ടയാടുന്ന ദുഷ്യന്തനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. ബട്ട് വെൻ ദ ഹെർമിറ്റ് റിക്വസ്റ്റ് ഹിം നോട്ട് ടു കിൽ ദ ഡിയർ ഹി ഇമ്മീഡിയറ്റ്ലി ബിക്കംസ് കാം ആൻഡ് റെസ്പെക്ട്ഫുൾ. പക്ഷേ ആ സന്യാസി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ മാനിനെ കൊല്ലരുത്, അതൊരു ഇന്നസെന്റ് ക്രീച്ചർ ആണ് എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ അതനുസരിച്ച് കൊല്ലാതിരുന്ന് അദ്ദേഹം കാം ആൻഡ് റെസ്പെക്ട്ഫുൾ ആയിട്ട് അദ്ദേഹത്തിന് അനുസരിക്കുന്നുണ്ട്. ഹി പുട്ട്സ് അവേ ഹിസ് ആരോ ആൻഡ് ഷോസ് കൈൻഡ്നസ് ആൻഡ് ഹ്യൂമിലിറ്റി. ഇപ്പോൾ അമ്പുകളൊക്കെ മാറ്റിവെച്ച് ദയയും മനുഷ്യത്വമൊക്കെ കാണിക്കുന്നുണ്ട്. ദിസ് ചേഞ്ച് ഷോസ് ദാറ്റ് ഹി വാല്യൂസ് റൈറ്റിയസ്നെസ് മോർ ദാൻ ദ ത്രിൽ ഓഫ് ഹണ്ടിങ്. ദുഷ്യന്തന്റെ ഈ സ്വഭാവം കാണിക്കുന്നത് അദ്ദേഹം ഈ വേട്ടയാടുക അല്ലെങ്കിൽ ആ ഹണ്ടിങ്ങിനേക്കാളും കൂടുതൽ നീതിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സന്യാസി പറഞ്ഞു അതൊരു ഇന്നസെന്റ് ക്രീച്ചറാണ്, നിങ്ങളുടെ കൈകൊണ്ട് അതിന് ദോഷമൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിർത്തിയത്. അപ്പോൾ അദ്ദേഹം റൈറ്റിയസ് ആണ്, നീതിമാനാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ദുഷ്യന്തന്റെ ക്യാരക്ടറിൽ നമുക്കൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റുന്നത്. അടുത്ത ചോദ്യം, what would have prompted sage Kanva to leave the hermitage under Shakuntala's supervision? എന്തുകൊണ്ടാണ് കണ്വമുനി ശകുന്തളയുടെ സൂപ്പർവിഷനിൽ ആ ആശ്രമത്തെ വിട്ട് പോകാനായിട്ട് കാരണം? സേജ് കൻവ ട്രസ്റ്റഡ് ശകുന്തള ഡീപ്ലി ബിക്കോസ് ഷീ വാസ് റെസ്പോൺസിബിൾ ആൻഡ് കെയറിങ്. എന്തായിരിക്കും, കന്വമുനിക്ക് അറിയാം ശകുന്തളയ്ക്ക് അത് ഏൽപ്പിച്ചു കൊടുത്താൽ ശകുന്തള അത്രയും റെസ്പോൺസിബിളായി ആ ആശ്രമത്തെ സംരക്ഷിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ വളരെ റെസ്പോൺസിബിൾ ആണ്, കെയറിങ് ആണ്. ഷി ലവ്ഡ് ദ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് പീപ്പിൾ ഇൻ ദ ഹെർമിറ്റേജ് ലൈക്ക് ഹെർ ഓൺ ഫാമിലി. ശകുന്തളയുടെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ പോലെയാണ് ആശ്രമത്തിലെ മരങ്ങളെയും മൃഗങ്ങളെയും മനുഷ്യരെയൊക്കെ പരിഗണിക്കുന്നത്. Her gentle nature and maturity made her capable of taking care of guests and managing the hermitage in his absence. വളരെ ജെന്റിലാണ്, അതുപോലെ തന്നെ മെച്ചുവേർഡാണ് ശകുന്തള. ആ പക്വത ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ആശ്രമത്തിലെ മനുഷ്യരെയും മൃഗങ്ങളെയും വരുന്ന അതിഥികളെയൊക്കെ സേവിക്കേണ്ടത് എന്ന് ശകുന്തളയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആബ്സെൻസിനും വളരെ നന്നായിട്ട് ശകുന്തള ആശ്രമത്തിലെ മരങ്ങളെയൊക്കെ നോക്കുന്നത്. ഇതെന്റെ സിസ്റ്റർ ആണ് എന്നാണ് ശകുന്തള അഡ്രസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗേളാണ് ശകുന്തള. അതുകൊണ്ട് തന്നെയാണ് കണ്വമുനി ശകുന്തളയുടെ മേൽനോട്ടത്തിൽ ഈ ആശ്രമം കൊടുത്തിട്ട് പോകുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹൗ ഡസ് ദ കിങ് ഗെസ് ദാറ്റ് ദർ ഈസ് എ ഹെർമിറ്റേജ് ഇൻ ദ വിസിനിറ്റി? അപ്പൊ ആ പരിസരത്ത് ഒരു ഹെർമിറ്റേജ് ഉണ്ട്, ഒരു ആശ്രമം ഉണ്ട് എന്ന് രാജാവ് ഗെസ് ചെയ്യാൻ എന്താണ് കാരണം? ദ കിങ് ഒബ്സർവ്സ് സെവറൽ പീസ്ഫുൾ ആൻഡ് ജെന്റിൽ സൈറ്റ്സ്. വളരെ സമാധാനമുള്ളതും ശാന്തമായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ജെന്റിലായിട്ടുള്ള കുറെ കാര്യങ്ങൾ ദുഷ്യന്തൻ അവിടെ കണ്ടിട്ടുണ്ട്. ഹി നോട്ടീസസ് റൈസ് ഗ്രെയിൻസ് ഡ്രോപ്ഡ് ബൈ പാരറ്റ്സ്, എ ഡിയർ ദാറ്റ് ഡസ് നോട്ട് റൺ അവേ, ആൻഡ് സ്റ്റോൺസ് വിത്ത് ട്രേസസ് ഓഫ് ആൽമണ്ട് ഓയിൽ യൂസ്ഡ് ഫോർ പൗണ്ടിങ്. These signs show that the calm and holy people live nearby, so he realizes a hermitage must be close. എന്തൊക്കെ കണ്ടപ്പോഴാണ് ദുഷ്യന്തൻ ഇതൊരു ആശ്രമത്തിന്റെ പരിസരമാണെന്ന് ഗസ് ചെയ്യുന്നത്? അവിടെ തത്തകളുടെ കൊക്കുകളിൽ നിന്ന് വീണ അരിയുടെ കഷ്ണങ്ങളുണ്ട്, പിന്നെ മനുഷ്യൻ അടുത്ത് പോയാലും ഒരിക്കലും ഓടിപ്പോവാത്ത മാനിനെ കണ്ടു, അതുപോലെ തന്നെ ഇടിക്കാനായിട്ടുള്ള കല്ലുകളിൽ ആൽമണ്ട് ഓയിൽ, ഇതൊക്കെ അവിടെ കണ്ടു. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴാണ് രാജാവ് ഗസ് ചെയ്യുന്നത് ഇവിടെ ഒരു ആശ്രമം ഉണ്ട് പരിസരത്ത്, എല്ലാവരെയും ഒരുപോലെ മനുഷ്യനും മൃഗമൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ആശ്രമം ഉണ്ട് എന്ന് ഗസ് ചെയ്യാനായിട്ട് കാരണം ഈ സൈറ്റ്സ് ആണ്. These signs show that calm and holy people live nearby. വളരെ കാമായിട്ടുള്ളതും പരിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലം ഇവിടെയുണ്ട്. സോ ഹി റിയലൈസസ് എ ഹെർമിറ്റേജ് മസ്റ്റ് ബി ക്ലോസ്. അതുകൊണ്ടാണ് ഇവിടെ അടുത്തൊരു ആശ്രമം ഉണ്ട് എന്ന് അദ്ദേഹം ഗസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, how are the plants and trees treated by the inmates of the hermitage? Do we try to maintain this attitude to nature? Explain. അപ്പോൾ ആ ആശ്രമത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് അതിലെ മരങ്ങളെയും അല്ലെങ്കിൽ ചെടികളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്? നമ്മളും അതുപോലെ തന്നെയാണോ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
The hermitage inmates treats the trees and plants like family members. ആശ്രമത്തിലെ ആളുകൾ ആ മരങ്ങളെയും ചെടികളെയൊക്കെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് അല്ലേ ട്രീറ്റ് ചെയ്യുന്നത്. ദേ വാട്ടർ ദം വിത്ത് ലവ്, പ്രൊട്ടക്ട് ദം ആൻഡ് ഈവൻ ഗീവ് ദം നീംസ്. എന്തൊക്കെയാണ്? അവർ സ്നേഹത്തോടെയും പരിപാലിക്കുന്നുണ്ട്, പിന്നെ അവരെ സംരക്ഷിക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നമ്മളുടെ വീട്ടിലെ ആളുകളുടെ പോലെ പേരുകളും കൊടുത്തിട്ടുണ്ട്. ദിസ് ഷോസ് ദെയർ ഡീപ്പ് റെസ്പെക്ട് ഫോർ നേച്ചർ. അപ്പോൾ പ്രകൃതിയോടുള്ള അത്രയും അവരുടെ ബഹുമാനമാണ് ഇത് കാണിക്കുന്നത്. ശകുന്തള തന്നെ ഒരു ചെടിയെ ലൈറ്റ് ഓഫ് ദി ഗ്രോ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവരുമായിട്ടുള്ള ബന്ധവും ബഹുമാനമൊക്കെയാണ് കാണിക്കുന്നത്. In today's world, many people do not show the same care. We cut trees, waste water and harm the environment. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ മരങ്ങളെ മുറിക്കുന്നുണ്ട്, പ്രകൃതിയെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, വെള്ളം വേസ്റ്റ് ആക്കുന്നുണ്ട്. ബട്ട് വി ഷുഡ് ഫോളോ ദ ഹെർമിറ്റേജ് ആറ്റിറ്റ്യൂഡ് ബൈ പ്ലാന്റിംഗ് മോർ ട്രീസ്, സേവിങ് വാട്ടർ ആൻഡ് പ്രൊട്ടക്റ്റിംഗ് നേച്ചർ. പക്ഷെ ഈ ആശ്രമത്തിലെ ആളുകളെ പോലെ നമ്മളും ആ ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യാനാണ് പറയുന്നത്. നമ്മളും മരങ്ങളെയൊക്കെ സ്നേഹിച്ച് കൂടുതൽ മരങ്ങൾ നട്ട് വെള്ളം ഒക്കെ സംരക്ഷിച്ച് ഈ പ്രകൃതിയെ മുഴുവൻ സംരക്ഷിക്കണം. ഇതായിരിക്കണം ഒരു നല്ല ആറ്റിറ്റ്യൂഡ്. എന്നാൽ മാത്രമാണ് നമുക്കും പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾക്കൊക്കെ ഇവിടെ കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ, ഒരുമിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. അതിലേതെങ്കിലും ഒരു ആള് ഇല്ലാതായാൽ എന്താണ് മറ്റുള്ളവർക്കും അത് ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ചോദ്യം, pick out instances from the play that show the harmonious coexistence of all beings. എല്ലാ ജീവികളും ഒരുമിച്ച് ഐക്യത്തോടു കൂടി ജീവിക്കുകയാണ് എന്ന് കാണിക്കുന്ന ഭാഗം ഈ നാടകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് അങ്ങനത്തെ ഇൻസ്റ്റൻസസ്? There are many moments showing harmony in the hermitage. The hermits protect the deer and live peacefully with animals. ആദ്യത്തെ എന്താണ്? തുടക്കത്തിൽ തന്നെ ഒരു ഹെർമിറ്റ് വന്നിട്ട് രാജാവിനോട് പറയുന്നുണ്ട് ആ ഡിയറിനെ കൊല്ലരുതെന്ന്. അതൊരു എക്സാമ്പിൾ ആണ്. The deers are so trusting that they do not fear humans. പിന്നെ മനുഷ്യർ അടുത്തേക്ക് വരുമ്പോൾ ഓടാത്ത മാൻ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് മനുഷ്യനും മൃഗവും തമ്മിൽ അത്രയും ബന്ധമുണ്ടെന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണ്. ശകുന്തള feels close to the trees and talks to them lovingly. ശകുന്തള ആശ്രമത്തിലെ മരങ്ങളോട് വളരെ ക്ലോസ് ആണ്. അവരെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് പോലെയാണ് കരുതുന്നത്. അത് ഈ ഐക്യം കാണിക്കുന്ന ഒരു ഇൻസ്റ്റൻസ് ആണ്. ഈവൻ ദ കിങ് റെസ്പെക്ട് ദ പീസ് ഓഫ് ദ ഗ്രോവ്, ഷോയിങ് ഹ്യൂമൻസ്, ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ലിവിങ് ടുഗെദർ ഇൻ ഹാർമണി. അവസാനമായിട്ട് എന്താണ്? രാജാവ് വരെ അവരാരെയും ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് അത്രയും റെസ്പെക്ട് ചെയ്തിട്ടാണ് കാട്ടിലേക്ക് പോകുന്നത്, ആശ്രമത്തിലേക്ക് പോകുന്നത്. അതും കാണിക്കുന്നത് എന്താണ്? ഈ മനുഷ്യനും മൃഗവും ചെടികളും തമ്മിലുള്ള ഒരു ഐക്യം തന്നെയാണ് അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഹാർമോണിയസ് എക്സിസ്റ്റൻസ് കാണിക്കുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഈ ചോദ്യത്തോട് കൂടിയിട്ട് നമ്മുടെ ലെറ്റ്സ് റീവൈൻഡ് എന്നുള്ള ഭാഗവും കഴിയാണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.